എൻ്റെ പേര് സജു എന്നാണ്. ഷോപ്പിൻ്റെ പേര് നാടൻ കറികൾ എന്നാണ്. നമുക്ക് ലൊക്കേഷൻ വരെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൂർക്കടയിൽ നിന്ന് ESI ഹോസ്പിറ്റൽ വഴി ഉളമ്പാറ ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഞാനും ഈ ദിവ്യയും കൂടെ ചേർന്നിട്ടാണ്, നമ്മൾ റിലേറ്റീവ്സാണ്, നമ്മൾ ചേർന്നാണ് ഈ ഷോപ്പ് നടത്തുന്നത്. ഞാനാണ് ഈ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഈ മീൻ ഞാൻ വിഴിഞ്ഞത്തും ഈ നമ്മുടെ അമ്പലത്തിലുള്ള കുമരിച്ചന്തയിൽ നിന്നൊക്കെ ആയിട്ടാണ് മീൻ കളക്ട് ചെയ്യുന്നത്. വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം ഞാൻ ചാലയിൽ പോയാണ് കളക്ട് ചെയ്യുന്നത്. ഈ എവരി ഡേ ഞാൻ പോയി വാങ്ങി അന്നുള്ള കാര്യങ്ങളിൽ ഫിഷ് ആണെങ്കിലും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ വന്ന് നമ്മൾ ദിവ്യ ഒറ്റയ്ക്കാണ് ഇത് ചെയ്യുന്നത്. രാവിലെ 5 മണിക്കൊക്കെ എണീറ്റിട്ടാണ്. ഇത്രയും ഒരു 10-20-25 ഐറ്റംസ് ഡെയിലി ഉണ്ടാവും. നമുക്ക് മെയിൻലി ഡിഷസ് എന്ന് പറയുന്നത് വെജിറ്റേറിയൻ ഐറ്റംസ് എല്ലാം വന്നിട്ട് എന്നും അവിയലുണ്ടാവും. ഇന്നാണെങ്കിൽ സ്പെഷ്യലി കൂമ്പ് തോരൻ, ഈ വാഴത്തട തോരൻ, അതെല്ലാം നോർമലി കിട്ടാറില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും ഒരു വെറൈറ്റി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എല്ലായിടത്തും കിട്ടാത്ത സാധനങ്ങൾ തേടി വരും എന്നുള്ള ഒരു ആംബിയൻസ് നമ്മളതിനകത്തൊരു വിശ്വാസമുണ്ട്. അതുമാത്രമല്ല, ഇതിനകത്ത് ഒരു മായവും ഇല്ല. ഹോംലി ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിനകത്ത് എന്ത് സാധനം എടുത്താലും ഏതിലാണെങ്കിലും ഒരു തരത്തിലുള്ള എല്ലാം മുളകും അതൊക്കെ ആണെങ്കിലും ഞാൻ ലൈവായിട്ട് വാങ്ങിച്ച് മില്ലിൽ പൊടിക്കുകയാണ്. എണ്ണയാണെങ്കിൽ ആട്ടിയ ഈ പറയുന്ന കരമന ഒരു ഇതിന്നാണ് വാങ്ങുന്നത്. എല്ലാ ദിവസവും അതിപ്പോൾ തോരനിലാണെങ്കിൽ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഇന്ന് വാഴത്തടയും കൂമ്പുവാണെന്നുണ്ടെങ്കിൽ ഇന്ന് ക്യാബേജ് ഉണ്ട്, 3 ഐറ്റം ഉണ്ട്. നാളെ ചിലപ്പം ബീട്രൂട്ട്. ഇന്നിപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വെജിറ്റേറിയനിലാണെങ്കിൽ അവിയലുണ്ട്, 3 ഐറ്റം തോരൻ, ക്യാബേജ് ഉണ്ട്, നമ്മുടെ വാഴത്തട തോരനുണ്ട്, കൂമ്പ് തോരനുണ്ട്, പിന്നെ വടക്കൂട്ട് കറിയുണ്ട്, ഉഴുന്നോടായിട്ട് ഒരു കൂട്ടുകറി ഉണ്ടാവും. പിന്നെ വന്നിട്ട് വെജിറ്റേറിയനിൽ രസമുണ്ട്, സാമ്പാറുണ്ട്, പുളിശ്ശേരിയുണ്ട്, പരിപ്പ് കറി ഉണ്ടാവും, തീയലുണ്ടാവും. ഇത്ര ഐറ്റംസ് ഒഴിച്ചു കറിയായിട്ട് ഉണ്ടാവും. പിന്നെ നമുക്ക് കപ്പ ഉണ്ടാവും, മീൻകറി ഉണ്ടാവും, ഫിഷ് ഫ്രൈ, ഫിഷിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടുള്ള ഐറ്റംസ് ഫ്രീ. ഇന്നാണെങ്കിൽ കണ്ണൻ കൊഴിയുള്ള അയല, ചൂര 3 ഐറ്റം ഫ്രൈ ഉണ്ട്. പിന്നെ കൊഞ്ചുണ്ടാവും, കണവ ഉണ്ടാവും. കണവയിലാണെങ്കിൽ തോരനും റോസ്റ്റും ഉണ്ടാവും, കൊഞ്ച് കറിയും കൊഞ്ച് തീയലും ഉണ്ടാവും, ഞണ്ടുണ്ടാവും. പിന്നെ എന്താ പറയണ്ടേ, കപ്പ, തലക്കറി, ഇതുപോലുള്ള എല്ലാ ഐറ്റംസും എല്ലാ ദിവസവും നോർമലി ഉള്ള എല്ലാ ദിവസവും മീനിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് കണവയും കൊഞ്ചും വന്നിട്ട് അവൈലബിലിറ്റി. പിന്നെ നൊത്തോലി ഫ്രൈ ഇവിടെ ഏറ്റവും കൂടുതൽ സെയിലുള്ളൊരു സാധനമാണ് നൊത്തോലി ഫ്രൈ. നൊത്തോലി കിട്ടാനില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ള എല്ലാ ദിവസങ്ങളിലും ഉള്ള കാര്യങ്ങളെല്ലാം. കസ്റ്റമേഴ്സ് നമുക്കിപ്പോൾ ഒരു റെഗുലർലി സൊമാറ്റോയിൽ തന്നെ നമുക്ക് ഒരു 18-20 ഓർഡർ വരെ ആയ കസ്റ്റമേഴ്സ് റെഗുലർലി ഓർഡർ ചെയ്യുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. കാരണം അവർ ഓർഡറിൽ നമ്മുടെ ഒരു ഫുഡിൻ്റെ ഒരു ടേസ്റ്റും ക്വാളിറ്റിയും വെച്ചിട്ടാണ് ഇത്രയും കസ്റ്റമേഴ്സ് നമുക്ക് വീണ്ടും ഓർഡർ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങളിപ്പോൾ വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഈ ലൊക്കേഷനിലല്ലാത്ത ഒരു, ഞാൻ മനസ്സിലാക്കുന്ന ശ്രീകാര്യം അങ്ങ് ഈ 10 കിലോമീറ്റർ സർക്കിളിലുള്ള പലരും 10-15 ഓർഡേഴ്സിലേക്ക് നമ്മുടെ ഷോപ്പിലേക്ക് അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അവർക്ക് നമുക്കൊരു വലിയൊരു നന്ദി, അവർക്ക് ഈ ഒരു അവസരത്തിൽ അവർ കാണുകയാണെങ്കിൽ ഒരു നന്ദി രേഖപ്പെടുത്താൻ നമ്മൾ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കട തുടങ്ങിയാൽ എനിക്കൊരു ആശ്വാസമായി. കാരണം അവിയൽ എനിക്ക് മെയിൻ അവിയലാണ്. ഞാൻ ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ട് കൂടുതലായിട്ടൊന്നും കഴിക്കില്ല. എന്നെങ്കിൽ തന്നെ ഉള്ളത് സുഭിക്ഷമാണ്. ഫുഡൊക്കെ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ മാക്സിമം ട്രൈ ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം എരിവായാലും പുളിയായാലും എല്ലാം അവർ കറക്റ്റ് അളവിനും ക്വാണ്ടിറ്റിക്കും ഒക്കെയാണ് അവർ ചെയ്യുന്നത്. ഫുഡ് അടിപൊളിയാണ്. എൻ്റെ പേര് ദിവ്യ എന്നാണ്. എൻ്റെ ഷോപ്പിൻ്റെ പേര് നാടൻ കറികളെന്നാണ്. ഞാനാണ് ഫുഡെല്ലാം ഉണ്ടാക്കുന്നത്. സ്പെഷ്യൽ കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് അവിയൽ, പുളിശ്ശേരി, മീൻകറി, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പോകുന്നത്. പുളിശ്ശേരിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇതാവുന്നത്. എല്ലാ ദിവസവും ഉണ്ട്. ഒരു ദിവസം പോലും നമ്മൾ എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ ഡേയിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ മാത്രം ക്ലോസ് ചെയ്യുന്നതല്ലാതെ ഈ 4 മാസത്തിനിടയിൽ നമ്മൾ ഇതുവരെ ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല. വേറെ നമ്മുടെ ഷോപ്പ് ടൈം എന്ന് പറഞ്ഞാൽ 11 മണി to 3 ആണ്. അതിലൊരു വ്യത്യസ്തത ഉണ്ടല്ലോ. സാധാരണഗതിയിൽ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ടേക്ക് അവേ പാഴ്സൽ കൗണ്ടറുകളും ഒക്കെ രാവിലെ തുടങ്ങിയിട്ട് രാത്രി വരെയൊക്കെ പോകും. നിങ്ങളെന്താ അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈം അങ്ങനെ ചൂസ് ചെയ്യാൻ കാരണം? നമ്മൾ പർട്ടിക്കുലർ ടൈം മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഉച്ചഭക്ഷണങ്ങളാണ്. ഉച്ചഭക്ഷണത്തിന് എല്ലാവർക്കും ചിലപ്പോൾ അത്യാവശ്യം ഒരു മരണത്തിനോ ഇല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വീടുകളിൽ നിന്ന് പോയിട്ട് പിന്നെ അവർക്ക് ഓടി വന്ന് എത്താൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ. അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു കുക്കറിലൊരു ചോറ് വെക്കാനായിട്ട് അവർക്ക് ഈസി ആയിരിക്കും. അപ്പോൾ പിന്നെ ഒരു അവിയൽ, പിന്നെ ഒരു മലക്കറി എടുത്ത് ഉണ്ടാക്കി വരിക, ഒരു സാമ്പാർ വെക്കുക. അങ്ങനെ ഇപ്പോൾ ഇവിടെ തന്നെ കുറച്ച് പേര് ഈ ഇൻഡിവിജ്വലായിട്ട് താമസിക്കുന്ന ഇവിടെ ഈ ഹോസ്റ്റലിലും അതുപോലുള്ള ഇതുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് വന്ന് വാങ്ങാൻ അവർ പലരും പറയും ഇത് തുടങ്ങിയത് വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. അത് മാത്രമല്ല, നമുക്ക് കറികൾ മാത്രമേ ഉള്ളൂ ആണ്. കറികൾ മാത്രമായിട്ടാണ് അതൊരു കാരണം ആ ഒരു ഇത്. കാരണം ചോറ് മീൽസായിട്ട് വെച്ച് കൊടുക്കാനാണെങ്കിൽ ഹോട്ടൽസിൽ എല്ലാവർക്കും സമീപിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു ചോറ് വെക്കാൻ എല്ലാവർക്കും ഈസി വേ ആണ്. ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് ഈവൻ ആർക്കാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിലും വന്ന് പെട്ടെന്നൊരു ഇത് വന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. ടേക്ക് അവേ മാത്രമാണ്. ഇപ്പം നിലവിലൊന്നും ഇല്ല. നമ്മൾ വൈകിട്ടത്തേക്ക് ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് നമുക്ക് നിലവിൽ. അപ്പോൾ ഇപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസൺ ഇപ്പോൾ ഇതൊന്ന് ശബരിമല സീസണും കാര്യങ്ങളും ആയതുകൊണ്ട്
ഉണ്ടാക്കണ്ട എന്നുള്ളൊരു പ്ലാൻ. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാമെന്നുള്ളൊരു ഇതിലേക്ക് പോകുന്നുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.